മതി, ഞാൻ പോകട്ടെ. ഉം അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ അവൾ കുളിമുറിയിൽ കയറി വാതിലടച്ച് കുറെ നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് മുഖം കഴുകി മുഖത്ത് പ്രസന്നത വരുത്തി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്ത് മുറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എത്ര കിട്ടിയടി? എന്ത് ചോദിച്ചു. ഒന്നും തന്നില്ല. നിർവികാരത നടിച്ച് അവൾ പറഞ്ഞു. മലയാളികൾ പിശുക്കന്മാരാ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സൂത്രത്തിൽ വാങ്ങാൻ ശ്രമിക്കും. ആദ്യകാലത്ത് എന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഒരുത്തൻ 5000 രൂപ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അവന്റെ പൊടി പോലും കണ്ടില്ല. ചേച്ചി അയാളെ കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ചേച്ചിയെ അയാൾക്ക് അറിയാം. പെങ്ങളെ തിരക്കി എപ്പോഴെങ്കിലും ഒരാൾ വന്നതായി ഓർക്കുന്നുണ്ടോ? അയ്യോ, ഒരു പാവം ചെറുപ്പക്കാരൻ. കുറെ നേരം വർത്തമാനം പറഞ്ഞു നിന്നിട്ട് പോയി. നിന്നോടും വർത്തമാനം പറഞ്ഞതല്ലേ ഉള്ളൂ? ഉം എടി മണ്ടി പെണ്ണെ, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയാൻ മേലായിരുന്നോ? പറഞ്ഞില്ല. ഇവിടുന്ന് ആരെയും ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. 3 ആഴ്ചയായി ഞാൻ പുറത്തു പോകുന്നുണ്ട്. രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഞാൻ പോയ ഹോട്ടൽ മുറിയിലെല്ലാം ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ ചെയ്യാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പിമ്പു പോകുന്നത്. ഹോട്ടലിന്റെ പുറത്ത് കഴുകനെ പോലെ അവൻ കാത്തു നിൽക്കും. എന്നെ കണ്ടാൽ ഉടൻ വിളിച്ച് ടാക്സി കയറ്റും. നീ പറഞ്ഞത് ശരിയാ. രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. ചില പിമ്പുകളുടെ കയ്യിലും റിവോൾവർ ഉണ്ട്. പന്തികേടെന്ന് കണ്ട അവന്മാർ പുകച്ചു കളയും. ഒരു പട്ടിയും ചോദിക്കില്ല. കാശെറിഞ്ഞ് പോലീസിനെ ഒതുക്കും. സുരഭി ആന്റിക്ക് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട്. ഇവിടെ ആട്ടം കാണാൻ വരുന്നവർ കുറഞ്ഞ പുള്ളികളൊന്നും അല്ല. ഒരിക്കൽ ഒരു മന്ത്രി വന്നു. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അയാള് രാജിവെച്ചു. ചേച്ചിയെ പോലെ എനിക്ക് ഇനി സ്വപ്നങ്ങളില്ല. എന്തിനാ രക്ഷപ്പെടുന്നത്? അവർ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സുരഭിയുടെ ശബ്ദം കേട്ടു. റാണി, ഇതറാവോ? ഇന്ദു പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജയകുമാരിക്ക് പിന്നെ ഉറക്കം വന്നില്ല. അവൾ അർജുൻ എന്ന രക്ഷകനെ പറ്റി മാത്രം ചിന്തിച്ചു കിടന്നു. ഗ്രാൻഡ് റോഡിന് പുറത്തു കിടന്ന അർജുൻ ചോർ ബസാറിലൂടെ നടന്ന് ജെ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി. മുഹമ്മദ് അലി റോഡിലുള്ള ഇറാനി ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്ന് ജയകുമാരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, ജയദേവന്റെ വീടാണോ? അതെ, ആരാ? പതറിയ ശബ്ദത്തിൽ ജയദേവൻ ചോദിച്ചു. എന്റെ പേര് അർജുൻ, മുംബൈയിൽ നിന്നാണ്. നിങ്ങളുടെ മകൾ ജയകുമാരിയെ ഞാൻ കണ്ടു. എന്ത്? എന്റെ മകളെ കണ്ടെന്നോ? സാർ ആരാണ്? എവിടുന്നാ സംസാരിക്കുന്നത്? സ്ഥലം പറഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ എത്താം. സാറ് ധൃതി പിടിക്കരുത്. മകൾ ഒരു തടങ്കൽ പാളയത്തിലാണ്. അവിടെ നിന്ന് മോചിപ്പിക്കണം. അത് വളരെ ശ്രമകരമായ ഒരു പണിയാണ്. ഞങ്ങൾ പ്ലെയിനിൽ അവിടെ വരാം. പോലീസിന്റെ സഹായം തേടാമല്ലോ. പോലീസിന് അവളെ രക്ഷിക്കാനാവില്ല. 2 ദിവസം കൂടി കാത്തിരിക്കുക. സാറേ, എന്റെ ജ്യേഷ്ഠന്റെ മകൻ മുംബൈയിലുണ്ട്. അവനുമായി ബന്ധപ്പെടാൻ ഞാൻ നമ്പർ തരാം. ശരി, പറയൂ. പേര് ജയൻ. തുടർന്ന് ഫോൺ നമ്പറും കമ്പനിയുടെ പേരും ജയദേവൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിച്ചു. സാറിന്റെ നമ്പർ എന്താണ്? ആദ്യം ഞാൻ ജയനുമായി ബന്ധപ്പെടട്ടെ, അതിനുശേഷം വിളിക്കാം. അർജുൻ ഫോൺ കട്ട് ചെയ്തു. പ്രാകൃത മനുഷ്യനെ പോലെ ആയി തീർന്ന ജയദേവൻ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഓടിയെത്തി വിവരം പറഞ്ഞു. ഉടൻ തന്നെ അവർ മുംബൈയിലുള്ള ജയനെ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ ഉടൻ അർജുന്റെ ഫോൺ കോൾ എത്തി. അവർ സംസാരിച്ചു. പരസ്പരം കൂടിക്കാണാനായി സ്ഥലവും അടയാളങ്ങളും പറഞ്ഞു. ഒരു ടാക്സി പിടിച്ച് അർജുൻ CS ടെർമിനലിന് എതിർവശത്തുള്ള മുനിസിപ്പൽ ഓഫീസിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയ്ക്ക് സമീപം നിന്നു. മൊബൈൽ ഫോൺ കഴുത്തിൽ തൂക്കിയിട്ടു. ജയൻ 4-5 മലയാളി സുഹൃത്തുക്കളെയും കൂട്ടി വിക്രോളിയിൽ നിന്നും ട്രെയിൻ കയറി. അവർ CSTയിൽ ട്രെയിൻ ഇറങ്ങി പുറത്തിറങ്ങി. അപ്പോൾ സ്റ്റാച്യുവിന് സമീപം കഴുത്തിൽ ഫോൺ തൂക്കി നിൽക്കുന്ന അർജുനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ നിൽക്കുന്നയാൾ മലയാളിയാണെന്ന് അവർക്ക് മനസ്സിലായി. റോഡ് ക്രോസ് ചെയ്ത് അർജുന് സമീപം ചെന്ന് നിന്നുകൊണ്ട് ജയൻ ചോദിച്ചു. അർജുൻ അല്ലേ? അതെ, ഞാൻ ജയൻ. അവർ ഹസ്തദാനം ചെയ്തു. ഇവർ ആരാണ്? എന്റെ കൂട്ടുകാരനാണ്. ജയകുമാരി എവിടെയാണെന്ന് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്? വരൂ, പറയാം. നമുക്ക് ആസാദ് മൈതാനത്തിൽ ഇരുന്ന് സംസാരിക്കാം. തൊട്ടപ്പുറത്തുള്ള ആസാദ് മൈതാനത്തിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ അവർ ഇരുന്നു. കൂട്ടുകാർ ചുറ്റും നിന്നു. അർജുൻ തട്ടിപ്പുകാരനാണെങ്കിൽ എന്ത് വില കൊടുത്തും അവനെ പിടിക്കണമെന്നുള്ള തീരുമാനത്തോടെയാണ് അവർ വിക്രോളിയിൽ നിന്നും പുറപ്പെട്ടതും അവന് ചുറ്റും നിലയുറപ്പിച്ചതും. പറയൂ, എവിടെയാണ് അവൾ? ഉടനെ നമുക്ക് പുറപ്പെടാം. ജയൻ ധൃതി കൂട്ടി. അങ്ങനെ പുറപ്പെടാവുന്ന സ്ഥലമല്ല സുഹൃത്തെ.
അവൾ ഗ്രാൻഡ് റോഡിൽ ഒരു വേശ്യാഗൃഹത്തിലാണ്. ഏ ജയനും കൂട്ടുകാരും നടുങ്ങി. അപ്പോൾ പറഞ്ഞു, ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് അധോലോക നായകൻ മലബാറി ബാബുവാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അർജുൻ ഊറി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. താൻ ഗ്രാൻഡ് റോഡിൽ പോയിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് 124 നമ്പർ ബസ്സിൽ കയറിയ ഗ്രാൻഡ് റോഡ് ചുറ്റിയാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമല്ല അത്. മുംബൈ നഗരത്തിലെ ദുർമനസ്സുകളുടെ ആവാസ കേന്ദ്രമാണത്. നമ്മൾ 6 പേരല്ല, 6000 പേർ ചെന്നാലും പെണ്ണിനെ കിട്ടില്ല. പിന്നെ എന്തു ചെയ്യും? വളരെ സാവകാശം ആലോചിക്കണം. ഒരു പിഴവ് പോലും സംഭവിക്കാതെ ഓപ്പറേഷൻ പൂർത്തിയാക്കണം. ഒരു തലമുടി നാരിന് പിഴച്ചാൽ പെണ്ണും നമ്മളും ഭൂമുഖത്ത് കാണില്ല. താൻ അഭ്യാസം ഇറക്കാതെ പെണ്ണിനെ കാണിച്ചതാടോ, ജയന്റെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് അർജുന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്രതീക്ഷിതമുണ്ടായ ആക്രമണം അർജുനെ വല്ലാതെ ചൊടിപ്പിച്ചു. അവൻ മിന്നൽ വേഗത്തിൽ തന്റെ കർണത്തെ അടിച്ചവനെ തൊഴിച്ചു വീഴ്ത്തിയിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചവനെ കൈമുട്ടുകൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചു. അവർ രണ്ടുപേരും അർജുന്റെ മേൽ ചാടി വീണു. അവരുടെ കൂട്ടായുള്ള മർദ്ദനമേറ്റ് അവൻ താഴെ വീണുപോയി. പെട്ടെന്ന് സോക്സിനുള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് ഫിറ്റ് ചെയ്തിരുന്ന റിവോൾവർ അവൻ വലിച്ചെടുത്തുകൊണ്ട് അലറി. ഇനി ചലിച്ചു പോരുത്, 5 എണ്ണത്തിനെയും ഞാൻ പുകച്ചു കളയും. റിവോൾവർ കണ്ട് അവർ ചിതറിയോടി. കാമോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് അർജുൻ ഓടിപ്പോയി. ചിതറിയോടിയവർ ശിവാജി ഛത്രപതി ടെർമിനലിൽ ഒത്തുകൂടി. നമുക്ക് ഗ്രാൻഡ് റോഡിലേക്ക് പോയാലോ? ജയന്റെ കൂട്ടുകാരിൽ ഒരാളായ മനോജ് ചോദിച്ചു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ജയൻ പറഞ്ഞു, പോകാം. അവൻ ജയകുമാരിയെ വെച്ച് വില പറയാനാണ് എന്നെ വിളിച്ചത്. കണ്ടില്ലേ, റിവോൾവറുമായിട്ടാണ് അവൻ നടക്കുന്നത്. അവർ ബസ് സ്റ്റോപ്പിലെത്തി. 124 നമ്പർ ബസ്സിൽ കയറി ഗ്രാൻഡ് റോഡിന് ടിക്കറ്റ് എടുത്തു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന അവർ 5 പേരും ജോലി കഴിഞ്ഞ് മുറിയിൽ വന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കുകയും അവധി ദിവസങ്ങളിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ചൗപാട്ടിയും മലബാർ ഹില്ലും മഹാലക്ഷ്മി റേസ് കോഴ്സ് പ്രദേശങ്ങളും കണ്ടിട്ടുണ്ടെന്നല്ലാതെ മുംബൈ നഗരത്തെ പറ്റിയോ അവിടുത്തെ അധോലോകത്തിന്റെ ഭീമത്സമായ മുഖങ്ങളോ കണ്ടിട്ടില്ലാത്തവരായിരുന്നു. അനീതി കൊടികുത്തി വാഴുന്ന ഇന്ത്യയിലെ ഒരു നിയമങ്ങളും പാലിക്കപ്പെടാത്ത ഗ്രാൻഡ് റോഡിൽ അവർ ബസ് ഇറങ്ങി. ബഹുനില കെട്ടിടങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നാമമാത്രമായ വസ്ത്രം ധരിച്ച പെൺകുട്ടികൾ അവരെ ഷൂ ഷൂ വിളിക്കുകയും കയ്യാട്ടി ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിമ്പുകൾ അവരെ വളഞ്ഞ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പെൺകുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളി പെൺകുട്ടികളുണ്ടോ? അതായത് കേരള വാലി? ഉണ്ടല്ലോ, സാബ് വരൂ. അവരെ പിമ്പ ഒരു കെട്ടിടത്തിലേക്ക് കയറ്റി. 3-കിട വേശ്യാഗൃഹങ്ങളിൽ വനിതാ ക്യാമ്പിന് എത്തിയതുപോലെ ധാരാളം പെൺകുട്ടികളും മധ്യവയസ്കരായ സ്ത്രീകളുമുണ്ട്. അവർ 5 പേരെയും പൊതിഞ്ഞു. ജയകുമാരി എന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടോ? അവിടെ അബലകളായ സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഖമയിൽ മനോജ് ചോദിച്ചു. നിശാപുഷ്പങ്ങൾ അവർക്ക് ചുറ്റും നിന്ന് ചിരിച്ചു. ചിലർ അവരുടെ പോക്കറ്റുകളിൽ കൈയിട്ടു. ഒരു സ്ത്രീ പറഞ്ഞു, മുകളിലത്തെ നിലയിലുണ്ട്. അവർ 5 പേരും ഗോവണി കയറി മുകളിലത്തെ നിലയിലെത്തി. ആട്ടിൻപറ്റങ്ങളെ പോലെ അവിടെയും നിശാഗന്ധികൾ അവരെ പൊതിഞ്ഞു. പോക്കറ്റിൽ കൈയിട്ട പെൺകുട്ടിയെ മനോജ് കഴുത്തിന് പിടിച്ച് തള്ളി. വലിയ ആളാണെന്ന ഭാവത്തിൽ ഹിന്ദിയിൽ അശ്ലീല പദങ്ങൾ ചൊരിഞ്ഞു. പെട്ടെന്ന് ഒരു യുവതി ചെരുപ്പൂരി മനോജിന്റെ കരണത്തടിച്ചു. ഏ, പുരുഷന്റെ മേൽ കൈവയ്ക്കുകയോ? മനോജ് അവളുടെ കരണത്ത് ഒരടി കൊടുത്തു. പിന്നെ അവർ 5 പേരും തറയിൽ നിന്നില്ല. കടന്നിൻ കൂട്ടത്തിനെ പോലെ അന്തേവാസികൾ അവരെ പൊതിഞ്ഞു. ഷർട്ടും പാൻസും വലിച്ചു കീറി. അപ്പോഴേക്കും താഴെ നിന്നും ഗുണ്ടകളും പിമ്പുകളും മുകളിലെത്തി. പിന്നെ ഇടിയുടെ പൂരമായിരുന്നു. അബോധാവസ്ഥയിൽ അവരെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചു. അതുവഴി കടന്നുപോയ പോലീസ് വണ്ടി ഒരു പിമ്പ് കൈ കാണിച്ചു നിർത്തി. ഹവിൽദാർ, ഈ 5 പേരെ കൂടി കൊണ്ടുപോകണം. ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവരാ. അവിടെ കിടക്കട്ടറ. അല്ല സാബ്, ഇവിടെ കിടന്ന കസ്റ്റമർ പേടിച്ച് അകത്തേക്ക് വരില്ല. ഞങ്ങൾ എടുത്ത് വണ്ടിയിലിടാം. എന്നാ ശരി. പോലീസ് വാനിന്റെ പിൻവശം തുറന്നു. 5 പേരെയും പൊക്കിയെടുത്ത് സീറ്റിനടിയിൽ കിടത്തി. പോലീസ് വാൻ പോയി. സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെ പോലീസ് ചോദ്യം ചെയ്തിട്ട് ഉപദേശ രൂപത്തിൽ പറഞ്ഞു, അന്തസ്സുള്ളവർ കമ്മാട്ടിപ്പുരയിലും ഗ്രാൻഡ് റോഡിലും വന്ന് വഴക്കുണ്ടാക്കുമോടാ. നിന്റെ പെങ്ങളെ കണ്ടുപിടിക്കാൻ ഭഗവാന് പോലും കഴിയില്ല. പോയി നിങ്ങളുടെ ജോലി നോക്ക്. പോലീസുകാർ അവർക്ക് പഴയ വസ്ത്രങ്ങൾ നൽകി. ബൈക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ നടന്നെത്തി. കള്ള ട്രെയിൻ കയറി വിക്രോളിയിലെത്തി. പരിചയമുള്ള ടെലിഫോൺ ബൂത്തിൽ കയറി ജയൻ നാട്ടിലേക്ക് ഫോൺ ചെയ്തു. അച്ഛാ, നാട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞവൻ തട്ടിപ്പുകാരനാണ്. നീ അവനെ പോയി കണ്ടോ? സഹദേവൻ ചോദിച്ചു. കാണുകയും ആവശ്യം പോലെ കിട്ടുകയും ചെയ്തു. ഞങ്ങൾ 5 പേരാണ് അർജുനെ കാണാൻ പോയത്.
അവന്റെ ലക്ഷ്യം ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇനി അവൻ വിളിച്ച പോലീസിൽ അറിയിക്കണം. ഏതായാലും നിങ്ങൾ ആപത്തു കൂടാതെ രക്ഷപ്പെട്ടല്ലോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അവന്റെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. ഇനി നീ ഒന്നിനും പോകണ്ട. അവളെ അന്വേഷിച്ച കിട്ടില്ലെന്ന് പോലീസുകാരും പറഞ്ഞു. ചുവന്ന തെരുവിലാണ് അവൾ. ഏ, നീ പറയുന്നത് വാസ്തവമാണോ മോനെ? ഞാൻ അച്ഛനോട് കള്ളം പറയുമോ? ഈ വിവരം ചെറിയച്ഛനോട് വിളിച്ചു പറയരുത്. അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ശരി. അവൻ ഫോൺ വെച്ചു. ഭൂത്തുടമയോട് കടം പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അർജുന് കടുത്ത നിരാശ തോന്നി. ജയൻ എന്ത് വില കൊടുത്തും തന്നോടൊപ്പം നിൽക്കുമെന്നാണ് അവൻ കരുതിയത്. അവൻ വർലി സീഫേസിലുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിപ്പോയി. കാണാൻ കഴിയാത്ത അഞ്ജലിയെ രക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനു മുമ്പ് കണ്ടുകിട്ടിയ ജയകുമാരിയെ രക്ഷിക്കാനുള്ള വഴികളെപ്പറ്റി അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. താജ്മഹൽ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്ത് ഒരു റൂം ബുക്ക് ചെയ്തു. സന്ധ്യ കഴിഞ്ഞ് ഹോട്ടലിലെത്തി. ഗേറ്റ് വേ ഇന്ത്യക്ക് അഭിമുഖമായി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലാണ് താജ്മഹൽ. മുറിയിൽ നിന്നുകൊണ്ട് ജനാലയിലൂടെ നോക്കിയാൽ എണ്ണമറ്റ കപ്പലുകളും ഫേരി ബോട്ടുകളും കാണാം. നേവൽ ഡോക്ക് യാർഡിൽ യുദ്ധക്കപ്പലുകൾ നങ്കൂരമടിച്ചു കിടക്കുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ 24 മണിക്കൂറും ടൂറിസ്റ്റുകളുടെ തിക്കും തിരക്കുമാണ്. ഊണ് കഴിച്ചിട്ട് അർജുൻ കിടന്നുറങ്ങി. ഉച്ച കഴിഞ്ഞ് ഒരു ടാക്സി പിടിച്ച് അവൻ ഗ്രാൻഡ് റോഡിലെത്തി. ജയകുമാരിയെ താമസിപ്പിച്ചിരിക്കുന്ന സുരഭിയുടെ ചുവന്ന ഗൃഹത്തിലേക്ക് കയറി ചെന്നു. സുരഭി അവനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. ബൈറ്റിയെ സാബ്, ആദരവോടെ അവർ പറഞ്ഞു. അർജുൻ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എനിക്ക് ഗൾഫിൽ നിന്നും ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ഹോട്ടൽ താജിലേക്ക് സന്ധ്യയ്ക്ക് അയക്കണം. സുരഭി ഡയറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, വിടാം, 10,000 രൂപ തരണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് പോയപ്പോൾ അതിന്റെ പകുതി പോലും തന്നില്ലല്ലോ. ഇത് ബിസിനസ് ആണ് ബായി. വരുന്നത് വിദേശിയല്ലേ. വിസ കച്ചവടത്തിന് വേണ്ടിയുള്ള സൽക്കാരമായിരിക്കുമല്ലോ. 10-ൽ കുറഞ്ഞ നടക്കില്ല. എങ്കിൽ ഞാൻ പോവുകയാ. അർജുൻ എഴുന്നേറ്റു. ബായി സാബ് ഇരിക്കേ. അർജുനെ പിടിച്ചിരുത്തിക്കൊണ്ട് സുരഭി തുടർന്നു. 1000 രൂപ കുറയ്ക്കാം. സിനിമാ നടിയെ വെല്ലുന്ന സൗന്ദര്യമുള്ള പെണ്ണാ. അവളെ കണ്ട അറബി വീഴും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും. പണം അവളുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? പോരാ, ഇവിടെ കിട്ടണം. ഇപ്പോ 5 കയ്യിലുള്ളൂ. ബാക്കി അവളുടെ കൂടെ വരുന്ന മാമയെ ഏൽപ്പിക്കണം. പെണ്ണിന് മനസ്സറിഞ്ഞ് ടിപ്പ് വാങ്ങിക്കൊടുക്കണം. അവൾക്ക് ഭാഷ നല്ല വശമില്ല. അതൊക്കെ ചെയ്യാം. റൂം നമ്പർ പറയ്. 311. സുരഭി റൂം നമ്പർ കുറിച്ചു വെച്ചു. അവൻ 5000 രൂപ എണ്ണി സുരഭിയെ ഏൽപ്പിച്ചു. വണ്ടിക്കൂലി എന്ന് പറഞ്ഞ് 500 രൂപ സുരഭി മടക്കി കൊടുത്തു. മടങ്ങി വരുന്ന വഴിക്ക് മുഹമ്മദ് അലി റോഡിലെ ഒരു ജൗളിക്കടയുടെ മുമ്പിൽ ടാക്സി നിർത്താൻ അർജുൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി. മുഹമ്മദ് അലി റോഡിന് ഇരുവശത്തും മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന കെട്ടിടങ്ങളാണ്. അവിടെയുള്ള എല്ലാ കടകളിലും മുസ്ലിം വനിതകൾ ധരിക്കുന്ന കറുത്ത പർദ്ദയും അറബി വേഷമായ കനൂറയും തലയിൽ കെട്ടുന്ന മുസാറുമുണ്ട്. ഒരു കടയിൽ നിന്നും അവയെല്ലാം വാങ്ങിക്കൊണ്ട് ടാക്സിയിൽ കയറി. ഹോട്ടൽ മുറിയിലെത്തി കാത്തിരുന്നു. ജയകുമാരിയെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി ചുണ്ടുകളിൽ ചായം പൂശി വില കൂടിയ അത്തർ അവളുടെ വസ്ത്രങ്ങളിൽ സ്പ്രേ ചെയ്തു. തടിമിടുക്കുള്ള യുവാവിനെ കൂട്ടി ഒരു ടാക്സിയിൽ താജ് ഹോട്ടലിലേക്ക് അയച്ചു. ഹോട്ടലിന്റെ മുമ്പിൽ എത്തിയ ഉടൻ സെക്യൂരിറ്റിക്കാർ ടാക്സിയുടെ വാതിലുകൾ തുറന്നു പിടിച്ചു. അവർ അതിഥികളെ സല്യൂട്ട് ചെയ്തു. ഗമയിൽ ജയകുമാരിയും യുവാവും ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിനുള്ളിൽ കയറിയ ജയകുമാരി മായാലോകം കണ്ട കുട്ടിയെ പോലെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവളെ വിളിച്ചുകൊണ്ട് അയാൾ ലിഫ്റ്റിൽ കയറി 3-ാം നിലയിൽ ഇറങ്ങി. 311 നമ്പർ മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ യുവാവ് സാവധാനം കതകിൽ മുട്ടി. അർജുൻ വാതിൽ തുറന്നു. അവനെ കണ്ടപ്പോൾ ജയകുമാരിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്നിട്ടും അപരിചിത ഭാവത്തിൽ അവൾ നിന്നു. സാബ്, 4000 രൂപ വേണം, യുവാവ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അർജുൻ 4000 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ തല ചൊറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം സാബ്. സാബിന് ഇഷ്ടമുള്ളത് തന്നാ മതി. അവന് 500 രൂപയുടെ ഒരു നോട്ട് അർജുൻ കൊടുത്തു. അത് വാങ്ങി സലാം ചെയ്തിട്ട് യുവാവ് ചോദിച്ചു, മേം സാബിനെ എപ്പോ വിടും? രാവിലെ 6 മണിക്ക്. ശരി, യുവാവ് ജയകുമാരിയുമായി പറഞ്ഞു. മേം സാബ്, ഞാൻ പുറത്തുണ്ടായിരിക്കും. അവൾ തലകുലുക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി. അർജുൻ വാതിലടച്ച് കുറ്റിയിട്ടു. എന്തു പറയണമെന്നറിയാതെ ജയകുമാരി കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു. എന്താ ജയകുമാരി,
തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഉം. നീ വല്ലതും കഴിച്ചതാണോ? എനിക്ക് വിശപ്പില്ല. അവൻ പോളിത്തീൻ കവറിൽ നിന്നും കറുത്ത പർദ്ദ എടുത്തുകൊണ്ട് പറഞ്ഞു. നിന്റെ കരിപുരണ്ട ജീവിതം അവസാനിച്ചു. നീ രക്ഷപ്പെടാൻ പോവുകയാണ്. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന വിധത്തിലുള്ള കറുത്ത പർദ്ദ അവൾ അണിഞ്ഞു. അവർ മുറിയിൽ നിന്നിറങ്ങി. ജയകുമാരിയെ ലോബിയിൽ ഇരുത്തിയിട്ട് അർജുൻ ഹോട്ടലിലെ ബില്ല് അടച്ചു. ബാത്റൂമിൽ കയറി അറബി വേഷം ധരിച്ചു. ഫ്രഞ്ച് താടി ഫിറ്റ് ചെയ്തു. ജയകുമാരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, വാ പോകാം. ആദ്യം അവൾക്ക് അർജുനെ മനസ്സിലായില്ല. രണ്ടുപേരും പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ബ്രോക്കർ യുവാവ് പുറത്ത് ഒരാളോട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് ജയകുമാരി കണ്ടത്. അവൾ അർജുന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അവൻ അതാ നിൽക്കുന്നു, നീ പേടിക്കാതെ നിൽക്ക്. അവർ വാതിൽക്കലെത്തി. ടാക്സി വേണമെന്ന് സെക്യൂരിറ്റിയോട് അർജുൻ പറഞ്ഞു. സെക്യൂരിറ്റി വിസിലടിച്ചു. ടാക്സി അവരുടെ മുമ്പിലെത്തി. സെക്യൂരിറ്റി വാതിൽ തുറന്നു പിടിച്ചു. ജയകുമാരിയും അർജുനും പിൻസീറ്റിൽ കയറി. വാതിൽ അടഞ്ഞു. ബ്രോക്കറുടെ മുമ്പിലൂടെ ടാക്സി പാഞ്ഞുപോയി. രക്ഷപ്പെട്ട സന്തോഷത്തോടെ അവൾ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അർജുൻ അവളുടെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചു. എയർപോർട്ടാണോ റഫീഖ്? തന്റെ യാത്രികർ അറബികളാണെന്ന് കരുതി ഡ്രൈവർ ചോദിച്ചു. വർലി സീ ഫേസ്. നരിമാൻ പോയിന്റിലേക്ക് ടാക്സി കടന്നപ്പോൾ അത്ഭുതം കൊണ്ട് ജയകുമാരിയുടെ കണ്ണുകൾ വിടർന്നു. മറൈൻ ഡ്രൈവിലൂടെ വാഹനം കുതിച്ചു പാഞ്ഞ് പോകുമ്പോൾ മുംബൈ മഹാനഗരത്തിന്റെ സൗന്ദര്യം കണ്ട് അവൾ പുളകമണിഞ്ഞു. വർലി സീഫേസിൽ കടലിന് അഭിമുഖമായി തലയുയർത്തി നിലകൊള്ളുന്ന വലിയ ബിൽഡിങ്ങിന് മുമ്പിൽ ടാക്സി നിന്നു. ലിഫ്റ്റിൽ കയറി 14ാം നിലയിലെത്തി. പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് അർജുൻ വാതിൽ തുറന്നു. മനോഹരമായി ഫർണിഷ് ചെയ്ത വലിയ ഫ്ലാറ്റ്. ഈ വീട് ചേട്ടന്റെ ആണോ? ഇതുപോലെ ഒരെണ്ണം മറൈൻ ഡ്രൈവിലുണ്ടായിരുന്നു, അത് വിറ്റു. ചേട്ടന് എന്താ ജോലി? ട്രാവൽ ഏജൻസി നടത്തുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഈ ഫ്ലാറ്റ് മാത്രമുണ്ട്. ഇതും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അഞ്ജലിയെ കണ്ടുകിട്ടിയാൽ മതി. ചേട്ടൻ നിരാശപ്പെടണ്ട. അഞ്ജലി ചേച്ചിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ രക്ഷപ്പെട്ട വിവരം അച്ഛനോടും അമ്മയോടും ഒന്ന് പറയട്ടെ. അവൻ ഫോൺ ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അച്ഛാ, ഞാനാണ് ജയകുമാരി. മോളെ, നീ എവിടുന്നാ വിളിക്കുന്നത്? അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടെ ജയദേവൻ ചോദിച്ചു. ഞാൻ രക്ഷപ്പെട്ടു അച്ഛാ. അർജുൻ ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തി. അമ്മ എവിടെ? അമ്മ അമ്മ ആശുപത്രിയിലാണ് മോളെ. നിന്നെ കാണാതായതറിഞ്ഞ് വീണ്ടും അവളുടെ സമനില തെറ്റി. നീ വന്നു കഴിഞ്ഞാ അവൾക്ക് സുഖമായിക്കൊള്ളും. എപ്പോഴാ നീ വരിക? ഞാൻ ചേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. അവൾ റിസീവർ അർജുന്റെ കയ്യിൽ കൊടുത്തു. ഹലോ. സന്തോഷമായി മോനെ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. എപ്പോഴാ എന്റെ മകൾ നാട്ടിലെത്തുക? അതോ ഞാൻ അങ്ങോട്ട് വരണമോ? ഉടനെ എത്തിക്കാം. രക്ഷപ്പെട്ട് എത്തിയതേ ഉള്ളൂ. അവിടുത്തെ നമ്പർ എത്രയാ? അർജുൻ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പറുമായി ജയദേവൻ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഓടിയെത്തി. അപ്പോൾ സഹദേവൻ പറഞ്ഞു, ഏതായാലും അവന്റെ നമ്പർ കിട്ടിയല്ലോ. അവനെ കുരുക്കാനുള്ള ഏർപ്പാടുകൾ രാവിലെ ചെയ്യാം. ചേട്ടൻ എന്ത് ഈ പറയുന്നത്? എടാ, അർജുന്റെ കസ്റ്റഡിയിലാണ് പെണ്ണ്. പണം തട്ടിയെടുക്കാനുള്ള 2ാമത്തെ അടവാണിത്. ജയൻ മുംബൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയനെയും കൂട്ടുകാരെയും വെടിവെക്കാൻ അവൻ തോക്കെടുത്തെന്നാ വിളിച്ചു പറഞ്ഞത്. ജയദേവൻ തളർന്നുപോയി. രാത്രി ഉറക്കമൊഴിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ടും അമിതമായ സന്തോഷം മൂലവും ജയകുമാരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചു. എത്രയും പെട്ടെന്ന് നാട്ടിൽ പറന്നെത്താൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. ഫോമെത്തയിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്ക് അടുത്ത് ചെന്ന് ശാന്തമായി കിടക്കുന്ന കടലിലേക്ക് നോക്കി നിന്നു. അർജുൻ കിടക്കുന്ന മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. സാവധാനം നടന്ന് മുറിയുടെ വാതിൽക്കലെത്തി നോക്കി. മേശപ്പുറത്തിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൻ കണ്ണീരൊഴുക്കുന്നു. അവൾ അർജുന് സമീപം പോയിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് നാട്ടിലേക്ക് പോകേണ്ടത്? ഇപ്പൊ പറന്നു പോകാൻ മനസ്സുണ്ട്. എന്നാൽ അവൾ വാക്കുകൾ മുഴുമിക്കാതെ നിർത്തി. പറഞ്ഞോളൂ. ചേട്ടനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് പോകാൻ എനിക്കാവില്ല. സാരമില്ല. നിന്നെ ഓർത്ത് ഒരു കുടുംബം മുഴുവൻ കീഴുകയാണ്. ഇതെന്റെ വിധി. 1 വർഷമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുത്തിയാൽ ഇന്ന് എനിക്ക് ഒന്നും ചിന്തിക്കാനില്ല. ഇല്ല, ഞാൻ ചേട്ടനെ വിട്ട് പോവുകയില്ല. ഞാൻ കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും ചേട്ടൻ വിഷമിക്കും. അവൻ ജയകുമാരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണോ? എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചേട്ടനെ വിട്ട്
ഞാൻ എങ്ങും പോവുകയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട കുട്ടി, എന്റെ ജീവിതം അപകടം നിറഞ്ഞതാണ്. നിന്നെ കണ്ടെത്തിയ സാഹചര്യമായിരിക്കില്ല അഞ്ജലിയെ കാണുന്ന സാഹചര്യം. അവളെ കണ്ടു കഴിഞ്ഞാൽ എതിർക്കാൻ വരുന്നവരെ മുഴുവൻ ഞാൻ പുകച്ചു കളയും. എങ്ങനെ പുകയ്ക്കും? അതിന് തോക്ക് വേണ്ടേ? അവൻ മേശവലിപ്പിൽ നിന്നും റിവോൾവർ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ 6 വെടിയുണ്ടകളുണ്ട്. 4 ശത്രുവിനുള്ളത്, 2 എനിക്കും അഞ്ജലിക്കും. ചേട്ടൻ മരിക്കാൻ തീരുമാനിച്ച് നടക്കുകയാണോ? 1 വർഷമായി തീരുമാനമെടുത്തിട്ട്. വേണ്ട ചേട്ടാ, ചേട്ടൻ മരിക്കരുത്. ചേട്ടൻ മരിച്ചാ ഞാനും മരിക്കും, അർജുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. വെറുതെ മരിക്കുകയില്ല. അഞ്ജലിയുമായി രക്ഷപ്പെടാൻ കഴിയാതെ വന്ന 5ാമത്തെ വെടിയുണ്ട അഞ്ജലിക്കും 6ാമത്തേത് എനിക്ക് വേണ്ടിയുമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്നെ രക്ഷിച്ചതുപോലെ തന്ത്രപൂർവം അഞ്ജലി ചേച്ചിയെ രക്ഷിച്ചാ മതി. അതിനുള്ള ക്ഷമ എനിക്ക് കിട്ടുകയില്ല. അവളെ കാണുന്ന നിമിഷം ഞാൻ മനുഷ്യനല്ലാതായി തീരും. ഒരു തോക്ക് കൂടി വേണം. എന്തിന്? ഒന്ന് എനിക്കും വേണം. ചേട്ടന്റെ കൂടെ ഞാനും വരാം. അപ്പോ നിനക്ക് നാട്ടിലേക്ക് പോണ്ടേ? ഞാൻ സുരക്ഷിതയാണെന്ന് അച്ഛൻ അറിഞ്ഞല്ലോ. ഇടയ്ക്കിടെ ഫോൺ വിളിച്ചാ മതി. നാളെ നമുക്ക് ജയൻ ചേട്ടനെ ഒന്ന് കാണാൻ പോകണം. വേണ്ട, അവൻ മനുഷ്യനല്ല. ആയിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ അവനും കൂട്ടുകാരും തയ്യാറാവുകയില്ലായിരുന്നു. ചേട്ടനെ തെറ്റിദ്ധരിച്ചതായിരിക്കും. പ്ലീസ്. രാവിലെ വിക്രോളിയിലേക്ക് പോകാമെന്ന് അർജുൻ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോയി കിടന്നുറങ്ങ്. സമയം 2 മണി കഴിഞ്ഞു. രാത്രിയിൽ എനിക്ക് ഉറക്കം വരില്ല ചേട്ടാ, ദയനീയ ശബ്ദത്തിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൾ തുടർന്നു. ആ കാട്ടാളിനെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാമായിരുന്നു. അവനെ നമുക്ക് കണ്ടുപിടിക്കാം. നിന്റെ ഒരു കല്യാണ ഫോട്ടോ അയച്ചു തരാൻ രാവിലെ നാട്ടിലേക്ക് വിളിച്ചു പറയണം. അല്ലെങ്കിൽ ഫോട്ടോ എന്തിന്? അതോ ലോകത്തുള്ള പലരെയും എനിക്കറിയാം. മലബാറി ബാബുവിനെ കണ്ടുപിടിക്കാൻ വിഷമിക്കേണ്ടി വരികയില്ല. അവനെ പിടിച്ച് ചേട്ടൻ എന്നെ ഏൽപ്പിച്ചാൽ മതി. ഒറ്റ വെടിക്ക് ഞാൻ അവനെ കൊല്ലും. തൽക്കാലം ജയകുമാരിയെ കൂടെ താമസിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അർജുന് തോന്നി. ആയുധം കൈകാര്യം ചെയ്യാൻ ഇവളെ പരിശീലിപ്പിച്ചാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. രാവിലെ അവൻ അടുത്ത ഫ്ലാറ്റിലെ താമസക്കാരി ഗോപക്കാരിയായ മിസ്സിസ് ഡിസൂസയുടെ അടുത്ത് കൊണ്ടുപോയി ജയകുമാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ആന്റി, ഇവളെ നാട്ടിൽ നിന്ന് ഒരു വിരുദ്ധം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ചുവന്ന തെരുവിൽ വിറ്റതാണ്. ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതാ. വെരി ഗുഡ്. ഗോഡ് ബ്ലസ് യു മൈ സൺ. നമ്മുടെ അഞ്ജലിയെയും ഒരു ദിവസം നിനക്ക് കണ്ടെത്താൻ കഴിയും. പുവർ ഗേൾ ഇപ്പോ എവിടെയായിരിക്കും? ജീസസ് സേവ് ഹെർ. മിസ്സിസ് ഡിസൂസ കൈകൾ മേൽപോട്ട് ഉയർത്തിയിട്ട് കുരിശു വരച്ചു. ആന്റി, പകൽ സമയത്ത് ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവളെ എവിടെ ഇരുത്തിക്കൊള്ളണം. ഇവക്കും ഈ നഗരത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഷുവർ. നീ മരിച്ചെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലും ഇവളെ ഞാൻ വിടില്ല. അർജുനും മിസ്സിസ് ഡിസൂസയും വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ ഭാഷവശമില്ലാത്ത ജയകുമാരി മേശപ്പുറത്തിരുന്ന ബൈനോക്കുലേഴ്സ് എടുത്ത് കടലിലേക്ക് നോക്കി. അങ്ങകലെ പൊട്ടുപോലെ കണ്ട മത്സ്യവള്ളങ്ങളും ബോട്ടുകളും തൊട്ടു മുമ്പിൽ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. മുഖം തിരിച്ച് വന്നപ്പോൾ കടലിന് മധ്യത്തിലായി നിർമ്മിച്ചിരിക്കുന്ന ഹാജി അലി ദർഗ അവളുടെ കണ്ണിൽപ്പെട്ടു. ചുറ്റുപാടും കടൽ. അതിനുള്ളിലുള്ള ദർഗയിൽ കുറെ ആളുകൾ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു യുവാവിന്റെ മുഖം അവളുടെ കണ്ണിൽ പതിഞ്ഞു. ഒന്നുകൂടി അവൾ ഫോക്കസ് ചെയ്തു നോക്കി. അതെ, അവൻ തന്നെ. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ചേട്ടാ, ഓടിവാ. എന്താ, എന്തു പറ്റി? അർജുൻ അവളുടെ അടുത്ത് ഓടിയെത്തി. ബൈനോക്കുലേഴ്സ് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. കടലിനുള്ളിലിരിക്കുന്ന കെട്ടിടത്തിന് പുറത്തിരുന്ന് 4-5 ആളുകൾ വർത്തമാനം പറയുന്നുണ്ട്. അതിൽ ചുവന്ന ഷർട്ടിട്ടവനാണ് മലബാറി ബാബു. ഏ? അർജുൻ ബൈനോക്കുലേഴ്സ് എടുത്തു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ ചുവന്ന ഷർട്ടുകാരൻ മലയാളിയാണെന്ന് അവന് മനസ്സിലായി. എന്താ അർജുൻ? മിസ്സിസ് ഡിസൂസ ചോദിച്ചു. ബൈനോക്കുലേഴ്സ് കണ്ണിൽ നിന്നെടുക്കാതെ അർജുൻ കാര്യം പറഞ്ഞു. ലെറ്റ് മീ സീ, അവനെ ഒന്ന് കാണണമല്ലോ. ബൈനോക്കുലേഴ്സ് എടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു. മതിൽക്കെട്ടിന് പുറത്തിരിക്കുന്നവരിൽ ചുവന്ന ഷർട്ടുകാരനാണ് കക്ഷി. മിസ്സിസ് ഡിസൂസ ദർഗിലേക്ക് നോക്കിക്കൊണ്ട് അലറി. അർജുൻ, ഷൂട്ട് ഹിം. അവനാണ് അഞ്ജലിയെ കൊണ്ടുപോയത്. അർജുൻ തന്റെ ഫ്ലാറ്റിലേക്ക് ഓടിക്കയറി റിവോൾവറുമായി തിരിച്ചെത്തിയിട്ട് ധൃതിയിൽ പറഞ്ഞു. ആന്റി, ഇവളെ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ പോവുകയാ. ചിലപ്പോ തിരികെ വന്നില്ലെന്ന് വരും. നോ, ഇപ്പൊ പോവണ്ട. കാരണം ദർഗയ്ക്ക് ചുറ്റും വെള്ളമാണ്. ഉച്ച കഴിയാതെ വേലിയിറക്കമുണ്ടാവില്ല. അവൻ എങ്ങും പോവില്ല. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ ലോഫറെ പിടിക്കാൻ ഞാനും നിന്റെ കൂടെ വരാം.
അവനെ പിടിച്ച് ഷൂട്ട് ചെയ്ത് ഈ കടലിൽ തള്ളണം. ബ്ലഡി ബീസ്റ്റ്. മിസ്സസ് ഡിസൂസ പല്ലുകൾ ഞെരിച്ചു. ജയകുമാരിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ ചേട്ടാ, എന്തുവാ നിങ്ങൾ പറയുന്നത്? അവൻ ആവേശം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിന്നെ ഞാൻ രക്ഷിച്ചു, നീ എന്നെ രക്ഷിച്ചു. എന്റെ അഞ്ജലിയെ തട്ടിക്കൊണ്ടു പോയവനാണ് അവൻ. അവനെ കൊല്ലണം ചേട്ടാ, ആ പട്ടിയെ ഞാൻ കൊല്ലാം. ജയകുമാരിയുടെ നിയന്ത്രണം വിട്ടു. ഇഞ്ചിഞ്ചായി അവനെ നമ്മൾ കൊല്ലും. അവന്റെ ചോര ഞാൻ കുടിക്കും. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ബൈനോക്കുലേഴ്സ് വാങ്ങി അവൻ വീണ്ടും ഹാജി അലിയിലേക്ക് നോക്കി. വർലി സീഫേസിൽ നിന്നും സുമാർ 1 കിലോമീറ്റർ തെക്ക് മഹാലക്ഷ്മി ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം ദേവാലയമാണ് ഹാജി അലി. വേലിയിറക്ക സമയത്ത് ജാതി മത ഭേദമന്യേ ധാരാളം തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ദർഗയിലെത്തുന്നു. വേലിയേറ്റത്തിന് മുമ്പ് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഹാജി അലി വിട്ടുപോകും. അല്ലെങ്കിൽ അടുത്ത വേലിയിറക്ക സമയം വരെ ദർഗയിൽ കുടുങ്ങിപ്പോകും. വേലിയേറ്റ സമയത്ത് ഗതാഗതം ഒന്നുമില്ല. വൈകുന്നേരം 3 മണിയോടെയാണ് വേലിയിറക്കം ആരംഭിക്കുക. അതുവരെ കാത്തിരിക്കാൻ അർജുന്റെ ക്ഷമ അനുവദിച്ചില്ല. അവൻ പുറത്തേക്കിറങ്ങാൻ വീണ്ടും തിടുക്കം കൂട്ടിയപ്പോൾ മിസ്സസ് ഡിസൂസ പറഞ്ഞു, നോക്കൂ അർജുൻ, ധൃതി പിടിക്കരുത്. ധാരാളം സമയം നമുക്കുണ്ട്. ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? അവനെ നേർക്ക് നേരെ കണ്ടാ മതി. നോ, നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവനെ കൊടുക്കണം. നമുക്ക് അഞ്ജലിയെ വീണ്ടെടുക്കണ്ടേ? ബുദ്ധിപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ അവന് പകരം മരിക്കുന്നത് നീയായിരിക്കും. മിസ്സസ് ഡിസൂസ പറയുന്നതാണ് ശരി എന്ന് അർജുന് തോന്നി. അവനെ കൊടുക്കാൻ വേണ്ടുവോളം സമയമുണ്ട്. ആന്റിയുടെ അഭിപ്രായം എന്താണ്? മലബാറി ബാബു ചില്ലറക്കാരനായിരിക്കില്ല. അഞ്ജലിയെ എവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ഇവളെ നാട്ടിൽ നിന്നും മാരേജ് ചെയ്ത് കൊണ്ടുവന്ന് ചുവന്ന തെരുവിൽ വിറ്റു. ദാറ്റ് മീൻസ് ഹീസ് എ ഇന്റർസ്റ്റേറ്റ് ക്രിമിനൽ. ഒരു പക്ഷേ അവനെ നേർക്ക് നേരെ കീഴ്പ്പെടുത്താനാവില്ല. അവന്റെ പിന്നിൽ ഗ്യാങ് കാണും. ആന്റി പറയുന്നതാണ് ശരി. ഒരുപക്ഷെ അവനെ എന്നെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് വന്ന് കൃത്യമായി അഞ്ജലിയെ കബളിപ്പിച്ചു കൊണ്ടുപോകുകയില്ലല്ലോ. റൈറ്റ്, നീ നേരിട്ട് മുട്ടേണ്ട. ഒരു ഓഫറുമായി ആരെങ്കിലും ഒരാൾ അവനെ സമീപിക്കട്ടെ. ആ വഴിയിലൂടെ നമുക്ക് അവനെ വളച്ചൊടുക്കാം. വാടക വീട് കാലിയാക്കി തരുന്നില്ല എന്ന ആവശ്യവുമായി ആന്റി അവനെ സമീപിച്ചാലോ? നോ, അവന്റെ മനസ്സിൽ ഞാനുണ്ട്. അഞ്ജലിയുമായി അവർ ലിഫ്റ്റിനായി നിൽക്കുമ്പോ അവരുമായി ഞാൻ സംസാരിച്ചതാണ്. വെയിറ്റ്, ഐ വിൽ കോൾ മൈ കസിൻ. അവൻ മിടുക്കനാണ്. മിസ്സസ് ഡിസൂസ ഫോൺ എടുത്ത് കസിൻ പെരേരയെ വിളിച്ചു. ഹലോ, വിൽസൺ അല്ലേ? അതെ, റോസ് ആണോടി? നീ വേഗം എന്റെ ഫ്ലാറ്റിലേക്ക് വരണം. എന്താ? ഒരു പ്രശ്നമുണ്ട്. കം ഫാസ്റ്റ്. ഓക്കെ. മിസ്സസ് ഡിസൂസയെ പോലെ 60 വയസ്സിനടുത്ത പ്രായമുള്ള ആളാണ് വിൽസൺ പെരേര. അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഗോവക്കാർ തിങ്ങിപ്പാർക്കുന്ന മെട്രോ സിനിമാ തിയേറ്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഡോബി തലാബിലാണ് അയാൾ താമസം. അവിവാഹിതൻ. സ്വന്തമായി ഫോർട്ട് മുംബൈയിൽ ലോഡ്ജുണ്ട്. പഴയ കാലത്തെ മോറിസ് കാറിലാണ് സഞ്ചാരം. 15 മിനിറ്റ് കൊണ്ട് അയാൾ മിസ്സിസ് ഡിസൂസയുടെ ഫ്ളാറ്റിലെത്തി. വിവരങ്ങൾ കേട്ടയുടൻ പെരേര പറഞ്ഞു, മലബാറി ബാബുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ആളെ കണ്ടിട്ടില്ല. അർജുൻ ബൈനോക്കുലേഴ്സ് എടുത്തു നോക്കി. ഹാജി അലിയുടെ വടക്ക് ഭാഗത്ത് ആരെയും കണ്ടില്ല. അവനെ കാണുന്നില്ലല്ലോ ആന്റി. നീ വിഷമിക്കണ്ട, അവൻ എങ്ങും പോവില്ല. അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. പെരേര അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. ബൈനോക്കുലേഴ്സിലൂടെ പെരേര മലബാറി ബാബുവിനെ കണ്ടു. മണി 2:30 മോറിസ് കാറിന് പകരം മിസ്സിസ് ഡിസൂസയുടെ മാരുതി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പെരേര മഹാലക്ഷ്മിയിലെത്തി. കാർ പാർക്ക് ചെയ്തിട്ട് അയാൾ ഹാജി അലിയിലേക്ക് നോക്കി റോഡ് സൈഡിലുള്ള കടൽ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് നിന്നു. മണി 3 ഭിത്തിയിൽ കൊണ്ടുനിന്ന കടൽ വെള്ളം താഴാൻ തുടങ്ങി. അരമണിക്കൂർ കൊണ്ട് കടൽ വെള്ളം പിന്നോട്ടൊഴുകി മാറി. ഉരുണ്ട പാറക്കെട്ടുകളും ഹാജി അലിയിൽ നിന്നും മഹാലക്ഷ്മി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാനുള്ള കോൺക്രീറ്റ് പാതയും തെളിഞ്ഞു. ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടം കോൺക്രീറ്റ് പാതയിലൂടെ ഹാജി അലി ലക്ഷ്യമാക്കി ഒഴുകാൻ തുടങ്ങി. എന്നിട്ടും മലബാറി ബാബുവും കൂട്ടുകാരും നടപ്പാതയിലേക്ക് ഇറങ്ങിക്കണ്ടില്ല. വിൽസൺ പെരേര നടപ്പാതയിലേക്ക് ഇറങ്ങി. അയാൾ ദർഗയ്ക്ക് ചുറ്റും വലം വെച്ചു. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് മലബാറി ബാബുവും 4 കൂട്ടുകാരും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. യാദൃശികമായി കണ്ടുമുട്ടുന്നത് പോലെ പരിചിത ഭാവം നടിച്ചുകൊണ്ട് പെരേര ചോദിച്ചു, മലബാറി ബാബുബായി അല്ലേ? മറുപടി പറയാതെ ബാബു തുറച്ചു നോക്കി. ഹസ്തദാനത്തിനായി വിൽസൺ നീട്ടിപ്പിടിച്ച കയ്യിൽ പിടിക്കാതെ അവൻ ചോദിച്ചു, ആരാണ്? മനസ്സിലായില്ല. കൊല്ലപ്പെട്ട നിങ്ങളുടെ ബോസ് ചോട്ടാ ഷുക്കൂറിനോടൊപ്പം നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഷുക്കൂർദാദ എന്റെ സുഹൃത്തായിരുന്നു. ആ, നിങ്ങളെ കണ്ടത് നന്നായി. എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എന്താണ്? ആദ്യം കൈ കൊടുക്ക് ബാബുഭായി. മലബാറി ബാബു അറച്ചറച്ച് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നമുക്ക് അല്പം മാറിയിരുന്ന് സംസാരിക്കാം. ഇവർ ആരാണ്? ബാബുവിന് ചുറ്റും നിൽക്കുന്നവരെ പെരേര ശ്രദ്ധിച്ചു. എന്റെ കൂട്ടുകാരാണ്. ഇവർ ഇവിടെ നിൽക്കട്ടെ, അല്പം സ്വകാര്യം പറയാനുണ്ട്. പെരേര മതിൽക്കെട്ടിന്റെ ഓരത്തുകൂടി നടന്ന് ഇടിഞ്ഞു കിടക്കുന്ന വശത്തുകൂടി താഴേക്കിറങ്ങി അല്പം പടിഞ്ഞാറേക്ക് നടന്ന് നനഞ്ഞ ഒരു ഉണ്ടപ്പാറയ്ക്ക് മുകളിൽ കയറിയിരുന്നു. മലബാറി ബാബു അയാളെ പിന്തുടർന്ന് സമീപത്ത് വന്നു നിന്നു. അപ്പോൾ പെരേര പറഞ്ഞു, എന്റെ പേര് കരൺ ഗൗഡ, മംഗലാപുരംകാരനാണ്. നിങ്ങളുടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മാട്ടുങ്കയിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ഒരു ബീഹാറിയാണ് വാടകക്കാരൻ. 6 മാസമായി വാടക തരുന്നില്ല. ബാബുഭായി ഒന്ന് ഇടപെടണം. ഞാൻ എന്തു ചെയ്യണം? ഒഴിപ്പിച്ചു തന്നാ മതി. അതിനുള്ള ഇനാം ഞാൻ അങ്ങ് തരാം. അയാൾക്ക് എന്താ പണി? കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. ഞാൻ അല്പം പ്രശ്നത്തിൽ നിൽക്കുകയാണ്. 2 ദിവസം കൂടി കഴിയുന്നതിൽ കുഴപ്പമുണ്ടോ? ബാബുഭായിയെ ഞാൻ കാറ് കൊണ്ടുപോകാം. ഒരു 8 മണി കഴിഞ്ഞ് വന്ന് അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തണം. ഞാൻ എവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യാം. എന്തു തരും? ബായി പറഞ്ഞോളൂ. കുടിയൊഴിപ്പിച്ച് തരുന്നതല്ലേ? 10 രൂപ തരണം. 5 അഡ്വാൻസ്, ബാക്കി 5 അവൻ ഒഴിഞ്ഞു പോയാൽ ഉടൻ. എന്തു പറയുന്നു? ഞാൻ രാത്രി 8 മണിയാകുമ്പോ മഹാലക്ഷ്മിയിൽ വരും. ഇപ്പോ എന്തെങ്കിലും തരൂ, അല്പം ടൈറ്റാണ്. പെരേര പോക്കറ്റിൽ കൈയിട്ട് 1000 രൂപ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചുറ്റുപാടുള്ളവർ മലയാളികളാണ്, അതുകൊണ്ട് കൂട്ടുകാരെ കൊണ്ടുവരണ്ട. ബായി വന്ന പേര് പറയുമ്പോ ബീഹാറി മൂത്രമൊഴിക്കും. ഓക്കെ. പെരേര ഹാജി അലിയിലേക്ക് കയറാതെ പാറകൾക്കിടയിലൂടെ നടന്ന് നടപ്പാതയിലേക്ക് കയറി. അവർ ഹാജി അലിയുടെ പിൻഭാഗത്ത് നിന്ന് വർത്തമാനം പറയുന്നതും താഴേക്കിറങ്ങി നിന്ന് സംസാരിക്കുന്നതും പണം കൈമാറുന്നതും ഫ്ളാറ്റിൽ നിന്നുകൊണ്ട് ബൈനോക്കുലേഴ്സിലൂടെ അർജുൻ കാണുന്നുണ്ടായിരുന്നു. സംഗതി നടന്നുവെന്ന് അവന് മനസ്സിലായി. മലബാറി ബാബു കൂട്ടുകാരെ താഴേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ജീസസിന് ശക്തിയില്ലെന്നല്ലടാ നിങ്ങൾ പറയുന്നത്. ഇത് കണ്ടോ? 1000 രൂപ കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു. 9 മണിക്കുള്ളിൽ 4000 കൂടി കിട്ടും. കിഷോറെ, നെപ്പൻസി റോഡിൽ പോയി ഒരു കുപ്പിയും കഴിക്കാനും വാങ്ങിക്കൊണ്ടുവാ. മലബാറി ബാബു പണം അവനെ ഏൽപ്പിച്ചു. മറ്റൊരു ഗുണ്ടാ സംഘത്തെ ഭയന്ന് 2 ദിവസമായി ഹാജി അലിയുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു അവർ. കയ്യിൽ കാൽ കാശില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ വിൽസൺ പെരേര അവരുടെ മുന്നിലെത്തിയത്. തൊട്ടടുത്തുള്ള ലിക്കർ ഷോപ്പിൽ നിന്ന് മദ്യവും ഹോട്ടലിൽ നിന്ന് ആഹാരവും വാങ്ങിക്കൊണ്ട് കിഷോർ എത്തി. അവർ പടിഞ്ഞാറേക്ക് നടന്നു. പിന്നോട്ടിറങ്ങി തിരമാലകളെ കുഞ്ഞോളങ്ങളാക്കി കളിക്കുന്ന കടലിന് സമീപം പോയിരുന്നു. തിന്നും കുടിച്ചും സന്ധ്യ വരെ അവർ അവിടെ ഇരുന്നു. എതിരാളികളെ നേരിടാനുള്ള കരുത്തില്ലാത്തതിനാൽ പണം കൈവന്നു കഴിഞ്ഞാലുടൻ വടക്കൻ മുംബൈയിലേക്ക് മാറി നിൽക്കാൻ അവർ തീരുമാനിച്ചു. 7:45 അവർ എഴുന്നേറ്റു. മലബാറി ബാബു വേഗം നടന്ന് മഹാലക്ഷ്മി ടെമ്പിളിന് സമീപം നിന്നു. മാരുതിക്കാർ നിർത്തിയിട്ട് പെരേര ഇറങ്ങി. അപ്പോൾ പേരാലിന് മറിഞ്ഞു നിന്ന മലബാറി ബാബു ഓടി വന്ന് കാറിന്റെ ഇടതുവശത്തെ ഡോർ തുറന്നു കയറി. പെരേരയും കാറിൽ കയറി. കാർ മുമ്പോട്ട് കുതിച്ചു. സാതരസ്തയും കടന്ന് റെയിൽവേയിലുള്ള മേൽപ്പാലമായ എസ് ബ്രിഡ്ജും കടന്ന് ബൈക്കുളിൽ എത്തിയപ്പോ പെരേര ചോദിച്ചു, ചോട്ടാർ ഷുക്കൂറിനോടൊപ്പം ഉണ്ടായിരുന്ന ജിതേന്ദ്ര എവിടെ? ഹാ, ഗൗഡ സാബിന് എല്ലാവരെയും അറിയാമല്ലോ. കൊള്ളാം. നേരത്തെ എനിക്ക് സ്മഗ്ലിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം നിർത്തി. ജിതേന്ദർ ബായുടെ പേര് 2 ദിവസം മുമ്പ് പത്രത്തിൽ കണ്ടു. ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞു. ഇപ്പോ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. ഈ മേഖലയിലുള്ളവരുടെ കുടിപ്പകയാണ് എന്റെ ബിസിനസ്സും നിലയ്ക്കാൻ കാരണം. ദാദർ കഴിഞ്ഞപ്പോൾ പെരേര പറഞ്ഞു, നമ്മുടെ സ്ഥലം എത്താറായി. മാട്ടുങ്ങ മന്ദിറിനടുത്താണ് ഫ്ലാറ്റ്. വലിയ ഒച്ചപ്പാടുണ്ടാക്കരുത്. അടുത്തുള്ള മലയാളികൾ അറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും. ബിൽഡിങ്ങിന് സമീപത്ത് പെരേര കാർ നിർത്തി. 2 പേരും ഇറങ്ങി. ബിൽഡിങ്ങിലേക്ക് കയറി 2ാം നിലയിലെ ആദ്യ ഫ്ലാറ്റിന് മുമ്പിൽ നിന്നു. മലബാറി ബാബുവിനോട് അല്പം നീങ്ങി നിൽക്കാൻ ആംഗ്യം കാണിച്ചിട്ട് പെരേര കോളിംഗ് ബെൽ അടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തലവഴി സാരിയിട്ട് മുഖം മറച്ച ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. യാദവ് സാബ് അകത്തുണ്ടോ? പെരേര ചോദിച്ചു. ജി. പെരേര പുറം കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി. പിന്നാലെ മലബാറി ബാബുവും. പെരേര വാതിലടച്ച് കുറ്റിയിട്ടു. 2 പേരും സെറ്റിയിലിരുന്നു. ടിവിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദി പ്രോഗ്രാം മാറ്റിയിട്ട് മലയാളം പ്രോഗ്രാം വെച്ചുകൊണ്ട് പെരേര ചോദിച്ചു, ഇതല്ലേ നിങ്ങളുടെ അണ്ടുക്കുണ്ടു ഭാഷ? മറുപടി പറയാതെ മലബാറി ബാബു പുഞ്ചിരിച്ചു.
അപ്പോൾ മുറിയിൽ നിന്നും അർജുൻ ഹാളിലേക്ക് ഇറങ്ങി വന്നു. ഒരു നിമിഷം മലബാറി ബാബു ഞെട്ടി. എവിടെയോ കണ്ടു മറന്ന മുഖം. മലബാറി ബാബുജി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അർജുൻ പരിഹാസച്ചിരിയോടെ ചോദിച്ചു തീർന്നതും മലബാറി ബാബു ചാടി എണീറ്റ് അവൻ പോക്കറ്റിലേക്ക് മിന്നൽ വേഗത്തിൽ കൈയിട്ടു. ഒറ്റ തൊഴിക്ക് അവനെ അർജുൻ താഴെയിട്ടു. പോക്കറ്റിൽ നിന്നും കൈ വലിച്ചെടുക്കാൻ സമ്മതിക്കാതെ അടുത്ത നിമിഷം കയ്യിൽ ആഞ്ഞു ചവിട്ടി. ചവിട്ടേറ്റ് കൈയുടെ അസ്ഥി പൊട്ടിപ്പോയി. തറയിൽ മുട്ടുകുത്തിയിരുന്ന് മുഖത്തും നെഞ്ചിലും തെരുതെരയിടിച്ചു. അതിനുശേഷം പോക്കറ്റിനുള്ളിൽ കിടക്കുന്ന കൈ വലിച്ചു മാറ്റിയിട്ട് തപ്പി നോക്കി. കൈവെള്ളയിൽ ഒളിപ്പിച്ചു വെക്കാവുന്ന വിദേശ നിർമ്മിതമായ ഭാരം കുറഞ്ഞ പിസ്റ്റൾ അർജുൻ കൈവശപ്പെടുത്തിയിട്ട് ടിവിയുടെ വോളിയം ഒന്നുകൂടി കൂട്ടി വെച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാടാ എന്നെ കണ്ടയുടൻ ഞെട്ടി എഴുന്നേറ്റത്? ഇതൊരു ബീഹാറിയുടെ വീടാണെന്നാ ഇയാള് പറഞ്ഞത്. ബീഹാറിയുടെ വീട് തന്നെയാണ്. എന്നെ കണ്ടപ്പോ നീ ഞെട്ടി എണീറ്റത് എന്താണെന്നാ ചോദിച്ചത്. ബീഹാറിയുടെ വീടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി വന്നപ്പോ ചതിവാണെന്നറിഞ്ഞു. നീ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ഹേ മിസ്റ്റർ, നിങ്ങൾ മലബാറി ബാബുവിനോടാണ് കളിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ചോട്ടാ ഷുക്കൂറിന്റെ ശിഷ്യനാണ് ഞാൻ. എഴുന്നേൽക്കണം നായേ, അർജുൻ അലറി. മലബാറി ബാബു ബന്ധപ്പെട്ട് എഴുന്നേറ്റു. അവന്റെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുത്തുകൊണ്ട് അർജുൻ ചോദിച്ചു, നിനക്ക് എന്നെ പരിചയമില്ലടാ? ഇല്ല. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ വേദനിപ്പിച്ചു കൊല്ലും. 2 അടി നീളമുള്ള ഇരുമ്പുലക്ക അർജുൻ എടുത്തുകൊണ്ടുവന്നു. പറയടാ, നിനക്കെന്നെ അറിയാമോ? ഇല്ല. അവൻ പറഞ്ഞു തീർന്നതും കാൽപ്പത്തിക്ക് മുകളിൽ ഉലയ്ക്കൊണ്ട് ശക്തിയായി ഒരു ഇടി കൊടുത്തു. മലബാറി ബാബുവിന്റെ തല വരെ പെരുത്തു കയറി. കണ്ണിൽ ഇരുട്ട് കയറി. നാവ് തരുതരുത്തു. വേദന സഹിക്കാൻ വയ്യാതെ സിറ്റിയിൽ ഇരുന്നു കൊണ്ടവൻ ഇടിയേറ്റ കാൽ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. അർജുൻ ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് ടിവിയുടെ പുറത്ത് വെച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, നിനക്ക് എന്നെ അറിയാമോടാ? അറിയാം. ഇനി എന്നെ ഉപദ്രവിക്കരുത്. എങ്ങനെ അറിയാം? കണ്ടിട്ടുണ്ട്. പോരാ, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയണം. തറയിൽ കുത്തിയിരിക്കുന്ന കാലിന് നേർക്ക് അർജുൻ ഒലയ്ക്കൊണ്ട് ശക്തിയായി ഒരു ഇടി കൊടുത്തു. അമ്മേ! വേദന കടിച്ചമർത്തിക്കൊണ്ടവൻ ആ കാലും മേൽപോട്ടുയർത്തി. കണ്ണുകളിൽ നിന്നും തീപ്പൊരി ചാടാൻ തുടങ്ങി. തൊണ്ട വരണ്ടു. ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകളും വിറയ്ക്കാൻ തുടങ്ങി. മലബാറി ബാബുവിനെ അതിശൈത്യമേറ്റവനെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. കീഴ്ചുണ്ടിലൂടെ ഉമിനീർ താഴേക്ക് ഒലിച്ചിറങ്ങി. ഇത്രയും അസഹ്യമായ വേദന ജീവിതത്തിൽ ഒരിക്കലും അവൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അവൻ വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അർജുൻ പറഞ്ഞു, അടുത്ത പ്രയോഗം കാന്താരിയാണ്. മിനി കേരളം എന്നറിയപ്പെടുന്ന മാട്ടുങ്കയിൽ കാന്താരിയല്ല ചെറുതണവും കിട്ടുമെന്ന് മലബാറി ബാബുവിന് അറിയാമായിരുന്നു. അവൻ നാവ് ചലിപ്പിക്കാൻ തയ്യാറായി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.